കൊൽക്കത്ത ലോ കോളേജിന് മുൻപിൽ സംഘർഷം. ബി.ജെ.പി. പ്രതിനിധി സംഘത്തെ പോലീസ് തടഞ്ഞു. പ്രതിഷേധിച്ച എ.ബി.വി.പി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്ന കെ ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? തൃണമൂൽ പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുള്ള കോളേജിന് മുൻപിലാണ്, ലോ കോളേജിന് മുൻപിലാണ് സംഘർഷം. പോലീസും ഒപ്പം ഈ ബി.ജെ.പി. പ്രതിനിധി സംഘവും എ.ബി.വി.പി. പ്രവർത്തകരുമായാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ക്യാമ്പസിനകത്തേക്ക്, കോളേജ് പരിസരത്തേക്ക് ബി.ജെ.പിയുടെ പ്രതിനിധി സംഘം മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘത്തെ ഈ വിഷയത്തിൽ അന്വേഷണ സമിതിയായി ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നിയോഗിച്ചിരുന്നു. ആ സംഘം ഇന്നാണ് കൊൽക്കത്തയിലെത്തിയത്. അവരെ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നത് വിലക്കിക്കൊണ്ട് പോലീസ് കോളേജിന് മുൻപിൽ തടയുകയും അവിടെ പ്രതിഷേധവുമായി എത്തിയ എ.ബി.വി.പി. പ്രവർത്തകരെ തടഞ്ഞതുമാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. എ.ബി.വി.പി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു നീക്കുകയും ബി.ജെ.പി. പ്രതിനിധി സംഘത്തെ സംഭവ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു നിർത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. വിഷയത്തിൽ പ്രതികൾക്ക് തൃണമൂലിന്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധമുണ്ടെന്നും കൂടാതെ പ്രധാന പ്രതി തൃണമൂലിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാവാണ് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ അല്ലെങ്കിൽ വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡന ശ്രമവും കൊലപാതകവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലും പാർട്ടിയുടെ നേതാക്കളാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് തൃണമൂൽ സർക്കാരും ബംഗാൾ. ജിഷ്ണു, ഈ പ്രതിനിധി സംഘത്തിന് മുന്നിൽ പരാതി പറയുന്ന ഒരു സമീപനമാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. കാരണം അവർക്ക് അത്രത്തോളം പറയാനുണ്ട് ഈ ബി.ജെ.പി. സംഘത്തോട്. ഇത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാക്കും. എന്താണ് തൃണമൂൽ പ്രവർത്തകർ ചെയ്യുന്നത്, എന്താണ് തൃണമൂൽ നേതാക്കൾ ചെയ്യുന്നതെന്ന് കൃത്യമായി ആ വിദ്യാർത്ഥികൾ തുറന്നു പറയുകയാണ്. ഇത് പ്രതിരോധിക്കാനുള്ള നീക്കം, അതിന് പോലീസ് അടക്കം സംരക്ഷണവും നൽകുകയാണല്ലേ? തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുറത്തുവരാതിരിക്കാനുള്ള നടപടികൾ പോലീസ് അതിന് സഹായമായി നിൽക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ആർജിക്കാർ മെഡിക്കൽ കോളേജ് വിഷയമാണെങ്കിലും സന്ദേശ് കാലിയിൽ ഒരു ഗ്രാമം മുഴുവൻ തൃണമൂൽ നേതാക്കൾ അടിമകളാക്കി വെച്ച വിഷയമാണെങ്കിലും അതൊന്നും പുറം ലോകം അറിയാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ബംഗാൾ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി തൃണമൂൽ നേതാക്കൾ നടത്തിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ വിഷയത്തിൽ ഇക്കാര്യങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറം ലോകം അറിയരുത് എന്ന കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളും പോലീസും പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള വിമർശനം ദേശീയ വനിതാ കമ്മീഷനും ഉന്നയിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിക്കാനോ അതല്ലെങ്കിൽ ഈ ഇരയുടെ ഈ ബലാത്സംഗത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ കുടുംബവുമായി സംസാരിക്കാൻ പോലും ബംഗാൾ പോലീസ് അനുവദിച്ചില്ല എന്ന വിമർശനം ദേശീയ വനിതാ കമ്മീഷനും ഉന്നയിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഈ കോളേജിന് മുൻപിൽ, ലോ കോളേജിന് മുൻപിൽ ബി.ജെ.പി. പ്രതിനിധി സംഘത്തെ തടഞ്ഞുകൊണ്ടും എ.ബി.വി.പി. പ്രവർത്തകരുടെ പ്രതിഷേധം അടിച്ചമർത്തിക്കൊണ്ടും ബംഗാൾ പോലീസ് നടത്തിയത്. പ്രകോപനം തുടരുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സംരക്ഷണമൊരുക്കുന്നു. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.